മൂന്നാം ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് ജാമ്യം. പത്തനംതിട്ട സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. റിമാൻഡിലായി 18ാം ദിവസമാണ് രാഹുലിന് ജാമ്യം ലഭിക്കുന്നത്. വിഷ്ണു പുതുശ്ശേരി വിവരങ്ങൾ നൽകും. വിഷ്ണു, ഒടുവിൽ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്. എപ്പോൾ ജയിൽ മോചനം ഉണ്ടാകുമെന്നാണ് വിവരം? ദിവ്യ, മൂന്നാം ബലാത്സംഗ കേസിൽ പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. പത്തനംതിട്ട സെക്ഷൻസ് കോടതിയാണ് രാഹുലിന് ജാമ്യം അനുവദിച്ചത്. അറസ്റ്റിലായ 18 ദിവസത്തിന് ശേഷമാണ് രാഹുൽ ഇപ്പോൾ ജയിൽ മോചിതനാകുന്നത്. പരാതിയിൽ പറയുന്ന പല കാര്യങ്ങളും വ്യക്തമാണെന്ന് പ്രതിഭാഗം കോടതിയിൽ അറിയിച്ചിരുന്നു. ക്രൂരമായി ഇരയായെന്നും ഭീഷണിക്ക് വഴങ്ങിയെന്നും പരാതിക്കാരി ഉന്നയിച്ചിരുന്നു. പക്ഷേ ഈ വാദമുഖങ്ങളെ ഒക്കെ തള്ളിക്കൊണ്ടാണ് പത്തനംതിട്ട സെക്ഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുലിന് ജാമ്യം നിഷേധിച്ചിരുന്നു. തുടർന്നാണ് രാഹുൽ പത്തനംതിട്ട സെക്ഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നത്. 2 തവണയാണ് ജാമ്യാപേക്ഷയിൽ വാദം നടന്നത്. അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്ന് ചോദ്യം ചെയ്യലുമായി രാഹുൽ സഹകരിക്കുന്നില്ലെന്നും പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിച്ചിരുന്നു. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പ്രോസിക്യൂഷൻ റിപ്പോർട്ട് നൽകിയിരുന്നു. രാഹുൽ അതിജീവിതയെ ആക്രമിക്കാൻ ശ്രമിക്കും, മാത്രമല്ല സാക്ഷികളെ ഉൾപ്പെടെ ഇല്ലാതാക്കാൻ ശ്രമിക്കും, എല്ലാ വിധത്തിലുള്ള കേസന്വേഷണം എല്ലാ വിധത്തിലും മരവിപ്പിക്കും തുടങ്ങിയ കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. പക്ഷേ ഈ വാദമുഖങ്ങളെല്ലാം കോടതി തള്ളിക്കളഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രതിഭാഗം കോടതിയിൽ കുറച്ച് ശബ്ദ സന്ദേശങ്ങൾ നൽകിയിരുന്നു. ആ ശബ്ദ സന്ദേശങ്ങളാണ് കോടതിയിൽ നിർണായകമായത്. ശാസ്ത്രീയപരമായി പരിശോധിക്കണമെന്ന് തുടങ്ങിയ വാദമുഖങ്ങളൊക്കെ മുന്നോട്ട് വന്നെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ കോടതി ആ ശബ്ദ സന്ദേശം നിർണായകമായി എടുക്കുകയും രാഹുലിന് ജാമ്യം അനുവദിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ രാഹുൽ നിലവിലുള്ളത് മാവേലിക്കര ജയിലിലാണ്. അവിടേക്ക് ഇനി കോടതിയിൽ നിന്ന് ഓർഡർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോകേണ്ടതുണ്ട്. ഇവിടെ ഓർഡർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തയ്യാറാവുന്ന സാഹചര്യമാണ് നിലവിലുള്ള. ഇതിൽ ജാമ്യത്തെ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം കോടതി തള്ളുകയായിരുന്നു. പ്രോസിക്യൂഷൻ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളെയും കോടതി തള്ളുകയായിരുന്നു. പ്രോസിക്യൂഷൻ ഉന്നയിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകിയാൽ ഇത് പറയുന്ന അതിജീവിതയെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ തൊണ്ടുമുല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നശിപ്പിക്കും തുടങ്ങിയ കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചിരുന്നു. പക്ഷേ ആ വാദങ്ങളെല്ലാം കോടതി തള്ളുകയായിരുന്നു. മാത്രമല്ല പരാതിക്കാർ വിദേശത്താണുള്ളത്. ഈ നിലയ്ക്ക് അപായപ്പെടുത്തുന്ന കാര്യങ്ങൾ നിലവിലില്ല. ബലാത്സംഗ പരാതിയിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നു. റിമാൻഡിലായി 18 ദിവസത്തിന് ശേഷമാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പോകുന്നത്. വിവരങ്ങളാണ് വിഷ്ണു നൽകിയത്.